വിസ്മയ കേസിലെ കിരൺ കുമാറിന് ജാമ്യം ലഭിച്ചു, ശിക്ഷാവിധി മരവിപ്പിച്ചു. ഇപ്പോൾ അത് നമുക്കറിയാം, മാധ്യമങ്ങളൊക്കെ ഒരുപാട് കൊണ്ടാടിയ ഒരു 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 ഫിഗറാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതാ ഇപ്പോൾ പുറത്തു വരാൻ പോവുകയാണ്. ഇതൊക്കെ എന്ത് തരം ശിക്ഷാ മാതൃകയാണ്? ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിലെ ഈ വ്യവസ്ഥകളൊക്കെ ഇത്രയേ ഉള്ളൂ. അതായത് വിജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ ഒരു കേരളീയ പൊതുസമൂഹം വളരെ ഒരു വല്ലാതെ ഞെട്ടലോടുകൂടിയായിരിക്കും ഈ ഒരു വിധിയെ കാണുന്നത്. കാരണം അത്രയധികം ഒരു പീഡനം അനുഭവിച്ച് സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആളാണ് വിസ്മയ. അതായത് വെറും ഇപ്പോൾ നമുക്കറിയാം, സ്ത്രീധന പീഡനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാളായിരുന്നില്ല കിരൺകുമാർ. അയാൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു, സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയിരുന്നു, നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കിട്ടിയ കാറ് കുറഞ്ഞുപോയി, അല്ലെങ്കിൽ ഞാൻ ഈ കാറല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് നിരന്തരം ആ വിസ്മയെ നിരന്തരം സ്ത്രീധനത്തിൻ്റെ പേരിൽ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മർദ്ദനവും ഒക്കെ നടത്താറുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൽ ഒരു കുറച്ച് 2020 മറ്റോ ആണെന്ന് തോന്നുന്നത്, 5 വർഷം ആയതേ ഉള്ളൂ. ഇപ്പോൾ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഒരുക്കിയത്. 10 വർഷത്തെ തടവായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 4.5 വർഷമായി ജയിലിലാണെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അയാളുടെ ജോലി അന്ന് പോയിരുന്നു. ഇതെന്താ, എന്തെങ്കിലും റിലാക്സേഷൻ വേണോ എന്നുള്ള രീതിയിലൊക്കെയാണ് 4 വർഷം കിടന്നു, ഇനിയിപ്പോൾ കുറച്ച് അതെ കുറയ്ക്കാന്നുള്ള രീതി. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിൻ്റെ ശിക്ഷാവിധി മരവിപ്പിച്ചു. 4.5 വർഷമായി ജയിലിലാണെന്ന വാദമാണ് കോടതി അംഗീകരിച്ചത്. ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കുന്നത് വൈകിപ്പിക്കുന്നത് നീതി നിഷേധമാണെന്ന് ഇയാൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദീപക് പ്രകാശ് ഉയർത്തിയ വാദവും സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു. 10 വർഷം തടവും 12 ലക്ഷം രൂപ പിഴയുമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ വിധിച്ചത്. ഇത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ പ്രതി സമീപിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ നടപടി വൈകുന്നതിനിടയിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതി നിരസിച്ചിരുന്നു. നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് കിരൺകുമാർ. അടുത്തിടെ പരോളിലൊക്കെ ഇറങ്ങിയിരുന്നു കിരൺകുമാർ. അപ്പോൾ 2019 സംഭവം നടക്കുന്നത്. 2019 മെയ് 31 BAMS വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയും മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന കിരൺകുമാറുമായുള്ള വിവാഹം. 100 പവൻ സ്വർണ്ണവും 1.25 ഏക്കർ ഭൂമിയും 10 ലക്ഷം രൂപ വില വരുന്ന കാറും സ്ത്രീധനമായി നൽകിയാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ ആദ്യ മാസം മുതൽ തന്നെ സ്ത്രീധനത്തെ ചൊല്ലി കിരൺ പീഡിപ്പിക്കുന്നുവെന്ന് വിസ്മയ മാതാപിതാക്കളോട് പരാതി പറഞ്ഞിരുന്നു. സഹോദരൻ വിജിത്തിൻ്റെ വിവാഹത്തിൽ കിരൺ പങ്കെടുക്കാതിരുന്നത് കൂടി ചെയ്തതോടെ വിസ്മയ ഇയാളുമായി മാനസികമായി കൂടുതൽ അകന്നിരുന്നു. വിസ്മയുടെ സഹോദരൻ അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിനും കിരൺകുമാർ പങ്കെടുത്തില്ല. ഇതിൻ്റെ പേരിൽ 2021 ജൂൺ 12 വിസ്മയെ ശാസ്താംനടയിലെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ കിരണിൻ്റെ പീഡനം കാരണമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്ന വിസ്മയുടെ വാട്സാപ്പ് സന്ദേശങ്ങളടക്കം നിരത്തി കുടുംബം രംഗത്തെത്തുകയും കിരൺകുമാർ അറസ്റ്റിലാവുകയുമായിരുന്നു. ഏറെ പ്രമാദമായ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത് പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകുകയുണ്ടായി. അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം കിരൺകുമാർ നിരന്തരം ഈ കാറിൻ്റെ പേരിൽ, അതായത് കൊടുത്ത കാർ 10 ലക്ഷത്തിൻ്റെ, പുള്ളിക്ക് 15 ലക്ഷത്തിൻ്റെ ഒരു കാറായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിസ്മയ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കിരൺകുമാർ 4.5 വർഷമായി ജയിലിലായിരുന്നു. അടുത്തിടെ പരോളിലൊക്കെ ഇറങ്ങിയിരുന്നു. വിസ്മയുടെ അച്ഛൻ ഇപ്പോൾ ഈയിടെ വളരെ വില കൂടിയൊരു കാർ എടുത്തിരുന്നു. അന്ന് അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാർ എടുക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 100 പവനും 1.5 ഏക്കർ വസ്തുവും 10 ലക്ഷം രൂപയുടെ കാറും കൊടുത്തിട്ട് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പീഡിപ്പിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വിസ്മയുടെ വാട്സാപ്പ് വഴിയുള്ള കോളുകളും ഒക്കെ വന്നുകൊണ്ടിരുന്നു. അതായത് അച്ഛനും അമ്മയും വിളിച്ച് പറയുന്നുണ്ട്, ഭർത്തൃ വീട്ടിൽ കൊടിയ മാനസിക പീഡനമാണ് കിരൺകുമാറിൽ നിന്ന് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒടുവിലാണ് തൂങ്ങി മരിക്കുകയായിരുന്നു വിസ്മയ. പിന്നീട് കിരൺകുമാർ ജയിലിലാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ശിക്ഷാവിധിയെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അത് സമൂഹത്തിന് നൽകുന്ന ഒരു തെറ്റായ സന്ദേശം കൂടിയാണ്. കാരണം അയാൾ വീണ്ടും ഇത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. 4 വർഷമല്ലേ. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇയാളൊക്കെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അടുത്ത വിവാഹവും കഴിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് ശിക്ഷാവിധി മാറുകയാണ്. അപ്പോൾ
അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ജോലിയുടെ കാര്യം എന്താ? ജോലി അന്ന് പിരിച്ചു വിട്ടിരുന്നല്ലോ, ആ. ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരുന്നു. അത് സർക്കാർ തന്നെ, മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പിരിച്ചു വിട്ടിരുന്നു. പക്ഷേ അത് നല്ലൊരു മാതൃകയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിലുള്ള പല കേസുകളും മറ്റുള്ളവർക്കൊരു പ്രചോദനം നൽകുന്ന വിധത്തിലാകാൻ പാടില്ല. കാരണം സ്ത്രീധനത്തിൻ്റെ പേരിൽ ആണ് ഒരു കുട്ടിക്ക് അതിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിക്കേണ്ടി വന്നു. ജീവിതം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സുന്ദരിയായൊരു യുവതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ വിസ്മയെ പോലെ ഒരുപാട് വിസ്മയന്മാർ പലയിടത്തുമുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അന്ന് മറ്റൊന്ന് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഉത്തരാവധ കേസ്, അതും കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഈ സ്ത്രീധനത്തിൻ്റെ പേര് പൊതുവേ ഈ തെക്കൻ കേരളത്തിലാണ് കൂടുതലും സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടുതൽ പ്രചോദനമായി മാറുകയാണ്. ഇത്തരത്തിൽ സ്ത്രീധനം കൂടുതൽ വാങ്ങുക, അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുക, ഇതൊക്കെ വലിയ രീതിയിൽ വരുന്നത് ഇതുപോലെ തിരുവനന്തപുരം, കൊല്ലം ഈ ജില്ലകളിലൊക്കെയാണ് കൂടുതലായി വരുന്നത്. ആലപ്പുഴ വരെയൊക്കെ. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ്, അവിടെയൊക്കെ മലപ്പുറം. പക്ഷേ ഇതുപോലെ ഇത്രയും ഭീമമായ സ്ത്രീധനവും കാറും, അതുമാത്രമല്ല കൊടുത്ത കാറ് കമ്പനി കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇത്രയും അതെ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. മോട്ടോർ വാഹന വകുപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അയാളാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ തെറ്റാണ്. ഈ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 4.5 വർഷം ജയിലിൽ കിടന്നത് ഒരു കാരണമായി കണ്ടെത്തി അയാളെ വെറുതെ വിടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷാവിധി മരവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു വരുന്ന നിയമ സംവിധാനങ്ങളെ മുഴുവൻ പൈസ ഉണ്ടെങ്കിൽ അതെല്ലാം വിലക്കെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അഡ്വക്കേറ്റുമാരുണ്ട്. സ്വാഭാവികമായി ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് ഇനി ഒരു ജയിലിൽ കിടക്കേണ്ട സാഹചര്യം പോലും വരില്ല. വെറുതെ ഇത്തരം കേസുകൾ ആളൂരാണ് എടുക്കുന്നത്. അതെ, ആളൂർ മരിച്ചുപോയി. അപ്പോൾ 5 വർഷം എന്ന രീതിയിൽ അത് തീരുകയാണ്. ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ശിക്ഷ അതോടുകൂടി തീർന്നു കഴിഞ്ഞാൽ ഇയാൾ ചെറുപ്പവുമാണ്. അയാളെ സംബന്ധിച്ച് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു വിവാഹവും കഴിച്ച് സുഖമായി ജീവിക്കുന്നു. ഒരു കുടുംബത്തിന് അവരുടെ അതെ ഗ്രീഷ്മ ജയിലിൽ കിടന്നപ്പോൾ ഇതുപോലെ ശിക്ഷ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ കൂടിപ്പോയൊരു 10 വർഷം കിടക്കും, 39 വയസ്സാകുമ്പോൾ ഇറങ്ങാം, പിന്നെ വിവാഹമൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞതുപോലെ ഇത് ഈ ഒരു കുടുംബത്തിന് അവരുടെ പെൺകുട്ടി അവരുടെ ഇത്രയും കാലം പഠിപ്പിച്ച് വളർത്തിയ മകളെ നഷ്ടപ്പെടുന്നു. ഇയാൾ ഒരു സൈഡിൽ കൂടെ സുഖമായി ജീവിക്കുന്നു. അത് ഒരു ശരിയായ നടപടിയായി തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.